മരവിച്ച മനസ്സാണ് ഇപ്പോൾ ഈ കൊച്ചു പ്രദേശത്തിന്. തൊട്ടടുത്ത വീടുകളിൽ നിന്നും വിധി അപഹരിച്ചത് 19 ജീവനുകൾ. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 20ഓളം പേർ പൊള്ളലേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പിതാവ് പോയതറിയാതെ മകൻ മരണപ്പെടുന്ന ദയനീയത, മകൾ മരിച്ചതറിയാതെ വിധിക്ക് കീഴ്പ്പെട്ട പിതാവ്, മാതാപിതാക്കൾ പോയതറിയാതെ മരിച്ച മക്കൾ. വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ സ്വാന്തനിപ്പിക്കാനോ കഴിയാത്ത ദുരന്തഭൂമിയാണിപ്പോൾ ചാല ഭഗവതി ക്ഷേത്ര പരിസരം. ചാല ദേവീനിവാസിൽ പ്രകാശൻ്റെ ഭാര്യ രഗിന, ചാല അമ്പലത്തിനടുത്ത ശ്രീനിലയത്തിലെ കേശവമാരാർ, ലത എന്നിവരാണ് മരിച്ചത്. റംല ഹൗസിൽ റിസ്വാൻ എന്ന 12കാരൻ പരിയാരം മെഡിക്കൽ കോളേജിലാണ് മരണപ്പെട്ടത്. ദേവീനിവാസിൽ പ്രകാശൻ, അച്ഛൻ കൃഷ്ണൻ വൈദ്യർ, അമ്മ ദേവി, സഹോദരൻ പ്രസാദ് എന്നിവർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഒരാൾ പരിക്കേറ്റ് പരിയാരത്ത് ചികിത്സയിലാണ്. കേശവമാരുടെ ഭാര്യ ശ്രീലത 2 ദിവസം മുമ്പാണ് മരിച്ചത്. ഇതോടെ മകൻ അജിയൻ തനിച്ചായി. റിസ്വാന്റെ സഹോദരൻ റമീസ് കഴിഞ്ഞ ദിവസവും പിതാവും മാതാവും അപകടത്തിൽ മരിച്ചിരുന്നു. ഇതോടെ ഈ കുടുംബത്തിൽ അപകട സമയത്ത് ഗൾഫിലായിരുന്ന 2 സഹോദരന്മാർ മാത്രമാണ് ബാക്കിയായത്. മരണസംഖ്യ ഉയർന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ ഗ്യാസ് ടാങ്കർ ദുരന്തമായി ചാലയിലേത് മാറുകയാണ്. സമാനമായ അപകടം 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളിയിലേതായിരുന്നു. 12 പേരാണ് മരിച്ചത്. പൊള്ളലേറ്റ 2 പേർ ഇപ്പോഴും ചികിത്സയിലാണ്.